മറ്റൊരു ത്രില്ലർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിൽ വീണിരിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ഋഷഭ് പന്ത് നയിച്ച ഡൽഹിക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന പോരാട്ടത്തിൽ 20 റൺസിന്റെ തോൽവിയാണ് സഞ്ജുവും ടീമും ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 221 എന്ന പടുകൂറ്റൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ മറുപടി 201 അവസാനിക്കുകയായിരുന്നു. 86 റൺസുമായി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ രാജസ്ഥാനായി പൊരുതിയെങ്കിലും വിവാദ ക്യാച്ച് ഔട്ടിൽ അദ്ദേഹം പുറത്തായതോടെ രാജസ്ഥാന് മൊമെന്റം നഷ്ടമാവുകയും സീസണിലെ 3ാം പരാജയത്തിലേക്ക് വീഴുകയുമായിരുന്നു. തോൽവിക്ക് ശേഷം സംസാരിക്കവേ രാജസ്ഥാന് ജയിക്കാമായിരുന്ന കളിയായിരുന്നു ഇതെന്ന് അഭിപ്രായപ്പെട്ട ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എതിർ ടീമിലെ ഒരു താരത്തെ പേരെടുത്ത് പ്രശംസിക്കാനും മറന്നില്ല. ഡൽഹിക്കെതിരായ കളിക്ക് ശേഷം സഞ്ജു സാംസൺ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ വിജയലക്ഷ്യം മറികടക്കാൻ സാധിക്കുന്നതായിരുന്നു എന്നാണ് സഞ്ജു സാംസണിന്റെ ആദ്യ പ്രതികരണം. ബോളിംഗ് സമയത്ത് കുറച്ച് ബൗണ്ടറികൾ വഴങ്ങാതിരുന്നെങ്കിൽ തങ്ങൾക്ക് ഈ സ്കോർ മറികടക്കാൻ കഴിഞ്ഞേനെ എന്നും സഞ്ജു പറഞ്ഞു. മത്സരത്തിൽ തങ്ങൾ തോറ്റെന്നും കളി തോറ്റത് എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസ് 20 റൺസിനാണ് തോറ്റതെങ്കിലും കടുകെട്ടി പോരാട്ടം തന്നെയായിരുന്നു ഇരു ടീമുകൾക്കുമിടയിൽ നടന്നത്. ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയം നേടുമെന്ന് തോന്നിപ്പിച്ച കളിയാണ് അവസാന ഓവറുകളിലെ ഗംഭീര തിരിച്ചുവരവിനിടെ ഡൽഹി പിടിച്ചത്. ഡൽഹി ക്യാപിറ്റൽസിനായി ഡെത്ത് ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ച ട്രിസ്റ്റൻ സ്റ്റബ്സിനെ പ്രശംസിക്കാനും സഞ്ജു മറന്നില്ല. സന്ദീപ് ശർമ്മയ്ക്കെതിരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതിന് സ്റ്റബ്സിന് ക്രെഡിറ്റ് നൽകേണ്ടതുണ്ടെന്നും പറഞ്ഞു സഞ്ജു. രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ബോളർമാരായ ചഹലിനും സന്ദീപിനുമെതിരെ സ്റ്റബ്സ് വളരെ നന്നായി കളിച്ചെന്നും 2-3 സിക്സറുകൾ നേടിയെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഡൽഹിക്കായി 6ാം നമ്പറിൽ ക്രീസിലെത്തിയ സ്റ്റബ്സ് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു കാഴ്ചവെച്ചത്. 20 പന്തുകളിൽ നിന്ന് 3 ബൗണ്ടറികളും സിക്സറുകളും അടക്കം അദ്ദേഹം 41 റൺസ് നേടി. ഡൽഹിയെ കൂറ്റൻ സ്കോറിലെത്തിക്കാൻ ഈ ഇന്നിംഗ്സിന് സഹായിക്കുകയും ചെയ്തു. മത്സരത്തിലെ ജയപരാജയങ്ങളെക്കാൾ ഉപരി രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിന്റെ വിക്കറ്റ് ആയിരുന്നു ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ചർച്ചയായത്. 3ാം അമ്പയറുടെ തെറ്റായ തീരുമാനത്തിലാണ് സഞ്ജു പുറത്തായതെന്നും ആ തെറ്റായ തീരുമാനം വന്നില്ലായിരുന്നുവെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ജയിക്കേണ്ട കളിയായിരുന്നു ഇതെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ക്രിക്കറ്റ് പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും 86 റൺസ് എടുത്ത് മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിന്റെ വിക്കറ്റ് നഷ്ടമായതിനു ശേഷമാണ് ഡൽഹി കളിയിലേക്ക് തിരികെ വന്നതെന്ന് വ്യക്തം. എന്താണ് സഞ്ജുവിന്റെ വിക്കറ്റിൽ നടന്നത്? ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. മിന്നും ഫോമിൽ സഞ്ജു തകർത്ത് കളിക്കുന്നു. മുകേഷ് കുമാർ എറിഞ്ഞ 14ാം ഓവറിലെ 4ാം പന്ത് സഞ്ജു ഉയർത്തിയടിച്ചു. ലോങ് ഓൺ ബൗണ്ടറിക്കരികിൽ ഷായ് ഹോപ്പ് ഈ പന്ത് ക്യാച്ച് ചെയ്തു. എന്നാൽ ഹോപ്പിന്റെ കാലുകൾ ക്യാച്ച് എടുക്കുന്ന സമയത്ത് ബൗണ്ടറി കുഷ്യനിൽ മുട്ടിയോ എന്ന് ഫീൽഡ് അമ്പയർക്ക് സംശയം തോന്നിയതിനാൽ അവർ അന്തിമ തീരുമാനത്തിന് 3ാം അമ്പയറുടെ സഹായം തേടി. ക്യാച്ച് എടുത്തതിനു ശേഷം ഹോപ്പിന്റെ കാൽ ബൗണ്ടറി കുഷ്യനിൽ മുട്ടിയെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു ആദ്യം പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ. എന്നാൽ വിവാദം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ക്യാച്ചായിട്ടും വിശദമായ റീപ്ലേകൾ പരിശോധിക്കാൻ 3ാം അമ്പയർ തയ്യാറായില്ല എന്നതാണ് ഞെട്ടിക്കുന്നത്. അത് ക്ലിയർ ക്യാച്ച് ആണെന്ന് അമ്പയർ വിധി എഴുതുകയും ചെയ്തു. സഞ്ജുവിന്റെ ക്യാച്ചിന്റെ റിപ്ലേ ദൃശ്യങ്ങൾ 3rd അമ്പയർ പരിശോധിക്കുന്ന സമയത്ത് അത് നോട്ട് ഔട്ട് വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു റോയൽസ് ഡഗ് ഔട്ട്. അതുകൊണ്ട് തന്നെ 3ാം അമ്പയർ അത് ഔട്ട് എന്ന് വിധിച്ചത് അവർക്ക് വിശ്വസിക്കാനായില്ല. സഞ്ജു നോട്ട് ഔട്ട് എന്ന തരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഡഗ് ഔട്ട് ഒന്നടങ്കം പ്രതീക്ഷിച്ചതോടെ സഞ്ജു ഫീൽഡ് അമ്പയർമാരുമായി തർക്കിക്കുന്നതും പിന്നാലെ കണ്ടു. ശാന്ത സ്വഭാവക്കാരനായ സഞ്ജു വല്ലാതെ അസ്വസ്ഥനായിരുന്നു ഈ സമയം. എന്നാൽ 3ാം അമ്പയർ ഔട്ട് വിളിച്ചതിനാൽ ഡഗ് ഔട്ടിലേക്ക് മടങ്ങാതെ വേറെ വഴിയില്ലായിരുന്നു അദ്ദേഹത്തിന്. ഇതോടെ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ അമ്പയറുടെ തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിനെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കുകയായിരുന്നു. മത്സര ഫീയുടെ 30% തുക പിഴയാണ് ശിക്ഷയായി മാച്ച് റഫറി സഞ്ജുവിന് മേൽ ചുമത്തിയത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കളിയിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. രാജസ്ഥാൻ റോയൽസിന്റെ ഡഗ് ഔട്ട് ആകെ ഞെട്ടലോടെയാണ് ഈ തീരുമാനം കണ്ടത്. TV അമ്പയർ ഔട്ട് വിളിച്ചതോടെ സഞ്ജുവിന് ശാന്തത കൈവിട്ടുപോയി. ഈ വിക്കറ്റിനെ ചൊല്ലി ഫീൽഡ് അമ്പയർമാരായ KN അനന്തപത് മനാബനോടും ഉല്ലാസ് ഗദ്ദയോടും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ TV അമ്പയറിന്റെ തീരുമാനം അന്തിമമായതിനാൽ സഞ്ജുവിന് പുറത്തേക്ക് പോകാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. തന്റെ വിക്കറ്റിൽ അതൃപ്തി പ്രകടിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. വിക്കറ്റ് തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് മൈതാനത്ത് തുടരുന്നതിനാണ് സഞ്ജുവിനെതിരെ അച്ചടക്ക നടപടിയും വന്നിരിക്കുന്നത്. അതേസമയം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ പുറത്തായത് കളിയിൽ വഴിത്തിരിവായി.
സഞ്ജു പുറത്തായതിനു മുൻപ് 27 പന്തിൽ 60 റൺസായിരുന്നു രാജസ്ഥാൻ ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ അവസാന ഓവറുകളിൽ സമ്മർദ്ദത്തിലേക്ക് വീണതോടെ രാജസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരം കഴിയുമ്പോൾ 11 മത്സരങ്ങളിൽ 16 പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് തുടരുകയാണ്. 11 കളികളിൽ 16 പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് നിലവിൽ ലീഗിലെ 1ാം സ്ഥാനക്കാർ. ഓരോ പോയിന്റ് ആണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റ് KKRനെ 1ാം സ്ഥാനത്ത് എത്തിക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം മെയ് 12 ഞായറാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം. ഈ കളിയിൽ വിജയിക്കാനായാൽ 2 മത്സരം ബാക്കി നിൽക്കെ രാജസ്ഥാന് പ്ലേ ഓഫ് യോഗ്യത ഉറപ്പിക്കാം.